ബന്ധം എങ്ങനെയുണ്ട്? നടക്കുന്നു. അസാധാരണ സംഭവങ്ങളൊന്നുമില്ലേ? ഒന്നുമില്ല, എല്ലാം സാധാരണ മാത്രം. മൂന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകൾ കത്തിച്ചു. 46 ബസിന്റെ ടയറുകൾ കുത്തിക്കീറി. കോളേജിന്റെ കണ്ണാടി ചില്ലുകളെല്ലാം എറിഞ്ഞു പൊട്ടിച്ചു. മൊത്തം 12 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. അജ്ഞാതരായ 3 പേർ ടൗണിൽ കറങ്ങുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു. കേസൊന്നും ചാരുതയായില്ലല്ലോ? ഇല്ല, പക്ഷേ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചാർജ് ചെയ്യണമല്ലോ. ആരാ അത്? ഒരു ചന്തപ്പെണ്ണ്. പരസ്യമായ വിചാരം. സംഭവ സ്ഥലത്ത് വെച്ച് കൈയോടെ പിടിച്ചതാ. മൊട്ടയടിച്ച് ബസ് സ്റ്റാൻഡിൽ പ്രദർശിപ്പിക്കാം. മാതൃകാപരമായിരിക്കും. ബാർബറയും കൊണ്ടുവന്നിട്ടുണ്ട്. ബാർബർക്ക് ആര് കൂലി കൊടുക്കും? അതാ പെണ്ണിന്റെ കയ്യിലുണ്ട്. മിടുക്കനാണല്ലോ. അതെ, സാറിനെ കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കാം. വരാന്തി നിർത്തിയിട്ടുണ്ട്. കാണാം. വേണ്ട, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. സാവിത്രി. ഗോപാലേട്ടൻ അല്ല, ഇൻസ്പെക്ടർ സാർ എന്നെ തിരിച്ചറിഞ്ഞോ? സാവിത്രി, തിരിച്ചറിയില്ലെന്നാ ഞാൻ വിചാരിച്ച്. നിന്നെ എന്തിനാ അയാൾ പിടിച്ചോണ്ട് വന്നേ? വ്യഭിചാരക്കുറ്റത്തിന്. വ്യഭിചാരമോ? നീയോ? സത്യം പറയുകയാണോ? അതെ, ഒരു സ്ത്രീയും ആ സത്യം പറയാറില്ല, സമ്മതിക്കാറുമില്ല. എവിടുന്നാ നിന്നെ പിടിച്ചേ? ബസ് സ്റ്റാൻഡിൽ നിന്ന്. നീ ബസ് സ്റ്റാൻഡിലോ? വ്യഭിചരിക്കാൻ? അത് തന്നെ. ഗോപാലേട്ടാ, ഇൻസ്പെക്ടർ സാർ എത്രയധികം ചോദിക്കുന്നു, ഞാൻ സമ്മതിച്ചില്ലേ? ഇനി എന്നെ ശിക്ഷിച്ചാൽ പോരെ? എത്ര നാളായി തുടങ്ങിയിട്ട്? കുഞ്ഞനും ചേട്ടൻ പോയി 6 മാസം കഴിഞ്ഞു. എന്റെ തലമുഴിക്ക മുട്ടയടിച്ച് തെരുവിൽ നടത്തുമെന്നാണ് ഏട്ട് പറഞ്ഞത്. ബാർബറയും കൊണ്ടുവന്നിട്ടുണ്ട്. ഗോപാലേട്ടാ, അകത്ത് വീണ്ടും അത് തന്നെ വരുന്നു, നാശം. ഇൻസ്പെക്ടർ സാർ, ഒരു കാര്യം, കുറ്റം ചെയ്യുന്നവർക്കല്ലേ ശിക്ഷ? അതല്ലായിരുന്നു നമ്മുടെ ആർഷഭാരതത്തിലെ പഴയ നടപ്പ്. ഓട്ടിക്കിട്ടവന്റെ കൈവെട്ടുക, കള്ളസാക്ഷി പറയുന്നവന്റെ നാവൊഴിയുക, അങ്ങനെ ചിട്ടപ്പടി അല്ലായിരുന്നു. എന്റെ തലന്തേറ്റം ചെയ്യാൻ സാവിത്രി. ആ തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ടായിരിക്കണം ആ ശിക്ഷ നടപ്പാക്കുക. ആ തൊപ്പി ആ തലയിൽ വെപ്പിച്ച ആരാണെന്ന് മറന്നുപോയല്ലേ? എന്റെ അച്ഛൻ കേരളം പേരാ തറവാട് പണയം എഴുതിയിട്ട്. ആ കേരളം പേരെ ധാരാശുപത്രിയിലേക്കും സാവിത്രി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതും ആ തൊപ്പിയാ. അച്ഛന് മരുന്നിലുള്ളതാ. 40 രൂപയാകും. ഇതാണ് ഇന്നത്തെ എന്റെ ആകെ സമ്പാദ്യവും ബാധ്യതയും. ഞാൻ എന്ത് വേണം സാർ? ഒന്നും വേണ്ട, ആ പേഴ്സും കുറിപ്പടിയും എടുത്തോളൂ. മരുന്ന് വാങ്ങിച്ചോളൂ. അയ്യേ, ഇത് വേണ്ട. ഞാനത്ര പരട്ടയില്ല സാർ. ഈ 5 രൂപ 5 നിമിഷം ഒരു പുരുഷൻ അനുഭവിച്ച പരമാനന്ദത്തിന്റെ വിലയാ. 50 രൂപ ഏകോ പഞ്ചഭാവത്തിന്റെ നെഞ്ചിലേർത്തതിന്റെ വിലയാ. അവസാനമായ ഒരു കാര്യം ഗോപാലേട്ടാ, പണ്ട് ഓമനെ സാവിത്രി എന്ന സംഭവനോടുകൂടി
ആ കൈകൊണ്ട് എഴുതിയ 16 പ്രേമലേഖനങ്ങൾ പഴയ ദ്രവിച്ച എന്റെ തകരപ്പെട്ടിയിൽ ഇപ്പോഴുണ്ട്. അന്ന് സാവിത്രി വല്ലാറമ്പത്തെ 4 കെട്ടിലായിരുന്നു. ഇന്ന് ബസ് സ്റ്റാൻഡില്. സാരമില്ല സാവിത്രി, പേടിക്കണ്ട, ഞാൻ പുറത്താരോടും പറയില്ല. കൃഷ്ണൻ നായരെ, ആ പോയ പെണ്ണിനെ മേലാൽ ഉപദ്രവിക്കരുത്. അവളെ മറ്റാരും ഉപദ്രവിക്കാൻ അനുവദിക്കുകയും വരുന്നത്. ഭയങ്കര തലവേദന. ഒരു ഗ്ലാസ് വെള്ളം വിടണം സാർ. കുഞ്ഞനന്ദൻ തന്നെ. എന്താ നീ ഉറക്കുന്നേ? പേടിയോ? നിനക്കോ? പേടിക്കണ്ട, അവിടെ ഇരുന്നോ. ഇരിക്കാനല്ലേ പറഞ്ഞതോ? ഇരിക്ക. നീ എന്തിനാ പേടിക്കുന്നേ? പോലീസ് ഇൻസ്പെക്ടർക്ക് ഭയമോ? ഈ തെറ്റ് ചെയ്തവർക്കാണ് ഭയം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിന് ഭയപ്പെടണം? ചെയ്തു. എന്നേക്കാൾ വലിയ തെറ്റുകാരൻ ഈ ലോകത്തിലില്ല. നോൺസെൻസ്. നീ ആരോടാണ് തെറ്റ് ചെയ്തത്? നിന്നോട്. ഇല്ല ഗോപാല, ഇല്ല. എന്നോട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കതിന് കഴിയില്ല. എന്റെ മുഖത്ത് നോക്കി പറയുകയാണോ? നിന്റെ അന്തരാത്മാവിലേക്ക് നോക്കി. എനിക്ക് ഓർമ്മ വെച്ചത് ആ വിളി കേട്ടുകൊണ്ടാണ്. എന്റെ ഉറക്കത്തിൽ പോലും ഞാൻ ആ വിളി കേൾക്കുമായിരുന്നു. കഴിഞ്ഞ 1 കൊല്ലമായി ഞാൻ അറിഞ്ഞുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. പിന്നെന്താ? ഗോപാല എന്നുള്ള നിന്റെ വിളി കേട്ടെങ്കിലോ എന്ന് പേടിച്ച്. അതിൽ പിന്നെ എന്നെ ഉറക്കുന്നത് ഈ ഗുളികയാ. അയ്യേ, നീ ഇത്ര ദുർബലനായാലോ? നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ നിന്റെ തെറ്റല്ല, നിന്നെ കൊണ്ട് മറ്റാരോ ചെയ്യിച്ചതാ. ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും നീ കാണിച്ച അതേ ആത്മാർത്ഥത നീ ട്രെയിനിങ് ക്യാമ്പിലും കാണിച്ചു. ലാത്തിയും തോക്കും നിന്റെ കയ്യിൽ തന്നത് ചൊറികുത്താനല്ല, അടിക്കാനും വെടിവെക്കാനും തന്നെയാ. പക്ഷേ നിന്റെ ഇഷ്ടമനുസരിച്ചല്ല, നിന്റെ മേലധികാരിയുടെ ആജ്ഞ അനുസരിച്ചോ. ഗോപാല, യഥാർത്ഥത്തിൽ നീയൊന്നുമില്ല. അദൃശ്യമായ കുറെ ചരടുകളിൽ ആടിക്കളിക്കുന്ന ഒരു പാവ മാത്രമാണ് നീ. ഈ സർക്കസിൽ റിംഗ് മാസ്റ്ററുടെ ചാട്ടവാറടിക്കൊപ്പിച്ച് ഏതെല്ലാം മൃഗങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു. സമൂഹം എന്ന സർക്കസിൽ 2 കാലിൽ നടക്കാൻ പഠിച്ച 4 കാലി മൃഗങ്ങളാണ് മനുഷ്യർ. മനുഷ്യൻ മൃഗമല്ലല്ലോ. ആന്തരമായ മൃഗം തന്നെ, അല്ലെങ്കിൽ അവനെ മൃഗമാക്കും. നീ മനുഷ്യനെ വളർത്തിയ ഞാൻ അറിഞ്ഞിട്ട് മൃഗമായില്ലേ? അതും നിന്റെ തെറ്റല്ല. അല്ലേ? അല്ല ഗോപാല, അല്ല. നിന്നെ ചന്ദ്രജയിലിൽ ആരാച്ചാരുടെ ഉദ്യോഗത്തിന് നിയമിച്ചിരുന്നുവെങ്കിൽ എന്നെ ഒരു കൊലക്കുറ്റത്തിന് മരണശിക്ഷയ്ക്ക് വിധിച്ച് ആ കഴിമരച്ചോട്ടിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ആ കൈകൾ ഈ കഴുത്തിൽ കൊലക്കാരൻ വെക്കില്ലായിരുന്നോ? നിന്നെ രക്ഷിച്ചിട്ട് നവപ്രവിക്കാൻ അതിൽ ഞാനിതായിരുന്നു. നിനക്കില്ല. നിനക്കെന്നും അനുസരിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് നേരെ മറിച്ചുമായിരുന്നു. ഗോപാല, ഈ നിയമനിഷേധിയും നിയമപാലകരും സഹപാഠികളാകാം, സഹോദരങ്ങളുമാകാം.
എന്നെ കൊല്ലാനാണ് നീ വന്നല്ലേ? അയ്യേ, ഞാൻ അത്രയ്ക്ക് നികൃഷ്ടനാണെന്ന് നീ കരുതിയോ? ഞാൻ വന്നത് ആ തൊപ്പിയും തലയിൽ വെച്ച് നിന്റെ അന്തസ്സിനുള്ള ഇരിപ്പ് കാണാനാ. ഈ തൊപ്പി എനിക്ക് വേണ്ടായിരുന്നു. അത് തൽക്കാലം തോന്നുന്നല്ലേ? പണ്ട് നിനക്കാ തൊപ്പി വയ്ക്കാൻ എന്തൊരാവശ്യമായിരുന്നു. നിന്റെ ഏതാഗ്രഹവും സാധിച്ചിടാൻ എനിക്ക്. ഗോപാല, നീ ഓർക്കുന്നുണ്ടോ? കൈയും പിടിച്ച് നമ്മൾ സ്കൂളിൽ പോണ ആ കാലം. നിന്റെ സ്ലേറ്റ് പൊട്ടിയാൽ എന്റെ സ്ലേറ്റ് ഞാൻ നിനക്ക് തരുമായിരുന്നു. നിന്റെ വയറ് നിറയാൻ എന്റെ പൊതിച്ചോറിൽ അമ്മ കാണാതെ ഞാൻ ഇരട്ടിച്ചോറ് കോരി വെച്ച് സമർപ്പിക്കപ്പെടുമായിരുന്നു. ഏത് കളിയിലും നിനക്ക് വേണ്ടി ഞാൻ തോറ്റു തരുമായിരുന്നു. നീ ജയിച്ചു കാണാൻ. BA ഫൈനൽ പരീക്ഷയ്ക്ക് നീ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ 2 ചോദ്യം ഭംഗിയായും ഞാൻ നിനക്ക് കൈമാറുകയായിരുന്നു. ഫലമോ നിനക്ക് ഫസ്റ്റ് ക്ലാസ്. എനിക്കെന്ത് സന്തോഷമായിരുന്നു. ശരിയല്ലേ ഗോപാല? നീ എന്റെ പെങ്ങള് സാവിത്രിക്ക് അയച്ച പ്രേമലേഖനങ്ങൾ പോലും ഞാൻ കണ്ടിട്ടുണ്ടോ? കടശി അവളെ നിനക്ക് തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇന്ന് സാവിത്രി എവിടെയാണ് ഗോപാല? പീഡികത്തിനും ബസ് സ്റ്റാൻഡിലും. അട്ടെ, നീ കല്യാണം കഴിച്ചോ? ഇല്ല. കഴിക്കണ്ടേ? ഇനി ഇതിന് സമയമില്ല. അതെന്താ? തൽക്കാലം നീ അറിയണ്ട. നിനക്ക് പ്രൊമോഷനായോ? വായിച്ചു നോക്ക്. വേണ്ട, നീ പറഞ്ഞാൽ മതി. ഇതിന്റെ ഡിസ്മിസൽ ഓർഡറാണ്. ഡിസ്മിസ്? അതെ. ഇന്ന് വൈകിട്ട് ഞാൻ മറ്റൊരാൾ ചാർജ് ഏൽപ്പിക്കും. അങ്ങനെ അവസാനമായി ഞാൻ ഈ തൊപ്പി ഊരും. ഗോപാല, ഈ കൈ കണ്ടോ? അന്നാ പാതിരാക്കി ഈ കൈ ചുരുട്ടിയുള്ള ഒരൊറ്റയിടിക്ക് നീ ചത്തു വീഴുമായിരുന്നു. നിന്റെ ആ തോളത്ത് ഒരു നക്ഷത്രം കൂടി തെളിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മരിക്കാമായിരുന്നു. അതും തീർന്നു അല്ലേ? തീർന്നില്ല. ഇത് കണ്ടോ? ഇതിൽ 46 ഗുളികളുണ്ട്. 2 എണ്ണം ഞാൻ വിഴുങ്ങി കഴിഞ്ഞു. ബാക്കിയാണ് ആത്മഹത്യ. അതെ, സർവാംഗം കത്തിയിരിക്കുന്ന എന്റെ മഹാഭാവങ്ങളുടെ പട്ടണയിൽ ആത്മാഹുതി. അതാണ് എന്റെ അവസാനം. ഗോപാല, ഇപ്പോഴെങ്കിലും നിനക്കൊരു കാര്യം ബോധ്യപ്പെട്ടോ? ഈ അളവ് തെറ്റിയ അധികാരത്തിന്റെ അവസാനം അപകടമായിരിക്കും, പലപ്പോഴും അപമൃത്യുവിലും. പക്ഷേ ഈ ആത്മഹത്യ ആത്മാഹുതിയല്ല. മൃഗങ്ങൾ പോലും അത് ചെയ്യാറില്ല. അവസാനം വരെ യുദ്ധം ചെയ്ത് മരിക്കുകയാണ് പതിവ്. നീ അതിലും താഴുകയാണല്ലേ? ഞാൻ പിന്നെ എന്ത് വേണം? അത് നീ തന്നെ തീരുമാനിക്കണം. ഗോപാല, നിന്റെ അധീനത്തിൽ എത്ര റൈഫിളുണ്ട്? 12. 46 ഗുളികയും. ചൂസ് യുവർസെൽഫ്.